വഴിക്കടവ് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ UDF അംഗങ്ങൾ നടത്തിയ സമരം വൈസ് പ്രസിഡന്റിന്റെ അഴിമതി മറച്ചുവെക്കാനാണ് എന്ന തരത്തിൽ CPM നടത്തുന്ന പ്രചരണം അടിസ്ഥാനരഹിതവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ്. വഴിക്കടവ് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഭേദഗതി അട്ടിമറിക്കാൻ സെക്രട്ടറി നടത്തിയ നീക്കത്തിനെതിരെയാണ് UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ സമരം നടത്തിയതെന്ന് വാർത്താ സമ്മേളനത്തിൽ UDF അംഗങ്ങൾ അറിയിച്ചു. സെക്രട്ടറിക്കെതിരെ നടത്തിയിട്ടുള്ള സമരം അത് വൈസ് പ്രസിഡന്റിന്റെ അഴിമതി മറച്ചുവെക്കാനാണ് എന്ന രൂപത്തിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് ഒരു പത്രസമ്മേളനം നടത്തിയത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് 4 വർഷം പിന്നിടുകയാണ്. ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ലാതെ വഴിക്കടവിന് വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് വഴിക്കടവ് പഞ്ചായത്തിൽ കഴിഞ്ഞ 4 വർഷത്തിൽ ഭരണസമിതി അവിടെ മുന്നോട്ട് പോകുന്നത്. മറ്റ് സമീപ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഭരണസമിതിക്കുള്ളിൽ 23 മെമ്പർമാർക്കിടയ്ക്ക് ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടിട്ടോ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം സെക്രട്ടറിക്കെതിരെ നടത്തിയ ഒരു സമരം ഒരുപാട് സെക്രട്ടറിമാർ വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കടന്നുപോയി. പക്ഷേ ഈ സെക്രട്ടറി വഴിക്കടവ് പഞ്ചായത്തിലേക്ക് വന്നത് തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവും ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഭർത്താവും കൂടിയായ നിലമ്പൂർ BDOയാണ് വഴിക്കടവ് പഞ്ചായത്തിന് അധിക ചുമതല നൽകി നിയമിച്ചിട്ടുള്ളത്. ആ നിയമിച്ചത് തന്നെ വഴിക്കടവിലെ വാർഡ് വിഭജനം LDFന് CPMന് അനുകൂലമാക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് BDOയെ നിയമിച്ചത്. ആ മൂപ്പരുടെ ആ ലക്ഷ്യം എന്താണോ ആ അവതാര ലക്ഷ്യം കൃത്യമായി BDO നിർവഹിച്ച് അതിനെതിരെ ഞങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോയി. അതല്ല ഇവിടുത്തെ വിഷയം. വഴിക്കടവ് പഞ്ചായത്തിൻ്റെ പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ പഞ്ചായത്തുകളുടെ 24-25 വാർഷിക പദ്ധതി ഭേദഗതിക്ക് വേണ്ടി ഡേറ്റ് തീരുമാനിക്കുകയും 3/12/2023 വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതി ഏകകണ്ഠമായി ആ ഭേദഗതി അംഗീകരിക്കുകയും 6-ാം തീയതി നടന്ന DPCയിൽ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയിലേക്ക് ഈ ഭേദഗതി കൃത്യസമയത്ത് പോകാൻ കഴിഞ്ഞില്ല. 16-ാം തീയതി നടന്ന DPC യോഗത്തിലേക്കും വഴിക്കടവ് പഞ്ചായത്തിൻ്റെ പദ്ധതി ഭേദഗതികൾ പോകാതെ വന്ന സാഹചര്യത്തിൽ അതിനുത്തരവാദിയായ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDFന്റെ മെമ്പർമാർ സമരം നടത്തിയത്. വഴിക്കടവ് പഞ്ചായത്തിലെ വാർഡ് വിഭജനം CPMന് അനുകൂലമാക്കുന്നതിന് വേണ്ടിയാണ് നിലമ്പൂർ BDO ആയിട്ടുള്ള KJ സന്തോഷിനെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ അധിക ചുമതല നൽകിയത്. CPMന്റെ ചട്ടുകമായി പ്രവർത്തിച്ച സെക്രട്ടറിയുടെ നിലപാടുകളെയാണ് UDF ഭരണസമിതി ജനാധിപത്യ സമരമാർഗത്തിലൂടെ ചോദ്യം ചെയ്തത്. വഴിക്കടവ് പഞ്ചായത്തിന് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പൂർണ്ണ സമയ സേവനം ലഭ്യമാക്കാത്ത സാഹചര്യത്തിലാണ് 21/8/2023 നടന്ന ഭരണസമിതി യോഗത്തിൽ ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ചിട്ടുള്ള സബ് സെന്ററുകളുടെ നിർമ്മാണം ഏജൻസിയെ ഏൽപ്പിക്കുവാൻ ഐക്യകണ്ഠേന തീരുമാനിച്ചത്. പൂർണ്ണമായും സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഏജൻസിയെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചത്. ഹെൽത്ത് മിഷന്റെ മാർഗരേഖ അനുസരിച്ച് എസ്റ്റിമേറ്റ് പ്ലാനും തയ്യാറാക്കി ഹെൽത്ത് മിഷൻ ഡയറക്ടർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സമിതിയുടെ അംഗീകാരത്തോടു കൂടിയാണ് പ്രവർത്തികൾ ആരംഭിച്ചിട്ടുള്ളത്. 55 ലക്ഷം രൂപ ഉപയോഗിച്ച് കേവലം 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത് എന്ന തെറ്റായ ആരോപണമാണ് LDF ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ 1478 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതേ ഫണ്ട് ഉപയോഗിച്ച് സമീപ പഞ്ചായത്തുകളായ ചുങ്കത്തറയിലും പോത്തുകല്ലിലും നിർമ്മിക്കുന്ന സബ് സെന്ററുകൾ വഴിക്കടവിലെ സബ് സെന്ററുകളുടെ വിസ്തൃതിയിൽ കുറവാണുള്ളത്. സർക്കാരിലേക്ക് അടവാക്കേണ്ട 18% GSTയും 7.5% സെന്റേജ് ചാർജും ഉൾപ്പെടെയാണ് ഒരു സബ് സെന്ററിന് 55 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 25.5% കുറച്ചുള്ള സംഖ്യയായ 40.97 ലക്ഷം രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി കരാറുകാരന് ലഭ്യമാകുന്നത്. ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് CPM ഏരിയ കമ്മിറ്റി അംഗവും വഴിക്കടവ് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവ് കൂടിയായ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ജനാധിപത്യ വിരുദ്ധവും പഞ്ചായത്ത് രാജ് ചട്ടങ്ങളെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ വെള്ളപൂശാനാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപണവുമായി LDF രംഗത്തെത്തിയിട്ടുള്ളത്. പഞ്ചായത്തിന്റെ വികസന പദ്ധതിക്ക് തുരങ്കം വെക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന CPMന്റെ കാപട്യം ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നും വാർത്താ സമ്മേളനത്തിൽ UDF അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി, വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ, മെമ്പർമാരായ സിന്ധുരാജൻ, ഹഫ്സത്ത് പുളിക്കൽ, PP ഷിയാജ്, ജയ്മോൾ വർഗീസ്, CK നാസർ, സൈതലവി മുപ്ര, ആലങ്ങാടൻ മുഹമ്മദ്, സരസ്വതി M, റംലത്ത് N, റൈഹാനത്ത് മുക്രിത്തൊടിക എന്നിവർ സംബന്ധിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.